തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് കെ മുരളീധരൻ. പത്മകുമാറിന് സിപിഎമ്മിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് UDFന്റെ ഏകദിന ഉപവാസത്തിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. നമ്മളും ഏതായാലും ഒരു സംഘർഷത്തിലേക്കൊന്നും പോകണ്ട. കാരണം ഇന്ത്യ ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും തന്നെ ഇഷ്ടംപോലെ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് സംഘർഷം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഉപവാസം നടത്തുന്നത്. ഇതൊരു ദൗർബല്യമായിട്ട് കാണണ്ട. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുഖ്യമന്ത്രി അങ്ങേക്ക് അധികകാലം പോകേണ്ടി വരില്ല. അങ്ങയുടെ ശത്രുക്കൾ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞാലോ ഊരി പിടിച്ച വാളെന്നൊക്കെ, ഒരു ഊരി പിടിച്ച വാളുമില്ല. അപ്പൊ ചുറ്റും പോലീസിനെ നിർത്തിയിട്ടാ പോകും. കെ കരുണാകരന്റെ കാലത്ത് ഇവിടെ എസ്കോർട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് വിമർശിച്ച ആള് ഇപ്പൊ വരുമ്പോ തന്നെ കാണാം വാണിംഗ് പൈലറ്റ്, അതിന്റെ കൂടെ 2 പൈലറ്റ് വേറെ, 4 എസ്കോർട്ട്, അതിന് അവസാനം ഒരു ആംബുലൻസ് വാനും. ഇത്രയാണ് മുഖ്യമന്ത്രിയുടെ കോൺവോയ്. ചുറ്റും വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകളെ ചുറ്റും നിർത്തും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ. അതിനു പുറമെ യോഗം കേൾക്കാൻ വരുന്നവർക്ക് ഒരു മണപ്പിക്കുന്ന പോലീസ് നായ അതിനു മുമ്പ്. ചുരുക്കം പറഞ്ഞ പ്രധാനമന്ത്രിയാണോ രാഷ്ട്രപതിയാണോ മുഖ്യമന്ത്രിയാണോ വരുന്നതെന്ന് പോലും സംശയമാണ്. എന്നിട്ടാണ് പറയുന്നത് ഇത് ഇരട്ട ചങ്കനാണ്. ഒരു ചങ്ക് പോയിട്ട് ഓട്ട ചങ്ക് പോലും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു പൂച്ചയെ കൊണ്ടിരുത്തിയാൽ 4 എലികളെങ്കിലും പിടിക്കുമായിരുന്നു. ആ ഉപകാരം പോലും ഈ മാന്യനെ കൊണ്ടില്ല. അതുകൊണ്ട് ഏതായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം കേരളത്തിലെ ജനങ്ങൾ എണ്ണി നിങ്ങളോട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ നിങ്ങളോട് പകരം ചോദിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉപവാസം. കെ മുരളീധരനാണ് അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിക്കെതിരെ. മുഖ്യമന്ത്രിക്കുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ വിമർശനവുമായി കെ മുരളീധരൻ സംസാരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എണ്ണി മറുപടി പറയും. UDFന് വലിയ വിജയമുണ്ടാകും എന്നാണ് മുരളീധരൻ പറഞ്ഞ് നിർത്തിയത്. UDFന്റെ ഏകദിന ഉപവാസ വേദിയിലായിരുന്നു മുരളീധരന്റെ പ്രസംഗം. മുരളീധരന്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നാണ് മുരളീധരൻ പൊതുവേദിയിൽ പറഞ്ഞത്. വിവരങ്ങളുമായി കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, പ്രസംഗത്തിൽ അതിൻ്റെ ഒരു ഹരം പിടിച്ചു പറഞ്ഞു പോയതാണോ അതോ ഗൗരവത്തോടെ മുരളീധരൻ പറഞ്ഞതാണോ? കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഇത്തരം വാർത്തകളൊക്കെ പ്രചരിക്കുന്നു. അത് പത്മകുമാർ തന്നെ നിഷേധിച്ചിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചു. അങ്ങനെയില്ല, കാലാവധി പൂർത്തിയാക്കുമെന്നാണ് ഇന്നലെയും പത്മകുമാർ പറഞ്ഞത്. പക്ഷേ മുരളീധരൻ പറയുന്നത് പത്മകുമാർ വന്നാൽ, കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാകുമെന്നാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾക്കിടെയാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ ഒരു ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു സാഹചര്യമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ ഭയന്ന് നിലവിലെ സാഹചര്യത്തിൽ തുടരുകയാണ്. അദ്ദേഹം രാജിവെക്കും എന്ന തരത്തിൽ പല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഉടനെ രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടിയിൽ ഇനി അദ്ദേഹത്തിന് ഒരു ഭാവി ഉണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് മറ്റ് ജനാധിപത്യ പാർട്ടികൾ നിരവധി ഇവിടെയുണ്ട്, അദ്ദേഹം വന്നാൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകും എന്ന് തന്നെയാണ് കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗൗരവകരമായി തന്നെ അതിനെ വിലയിരുത്താം. കാരണം ഈ UDFന്റെ ഏകദിന ഉപവാസത്തിന്റെ ഭാഗമായി ശബരിമല വിഷയത്തിലാണ് UDF ഉപവാസ സമരം നടത്തുന്നത്. കെ മുരളീധരൻ മനസ്സിലാക്കുന്ന ഒരു ക്ഷീണമുണ്ട്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ രാമൻ നായർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോവുകയും അവിടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രചരണ വിഭാഗം അധ്യക്ഷനാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരൻ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചാടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനാകുമോ, അല്ലെങ്കിൽ അത്തരമൊരു പരസ്യ ചർച്ചയ്ക്കാണോ തുടക്കം കുറിക്കുന്നത്? സാധ്യതകൾ തുറന്നിടുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം നേരത്തെ ഇത്തരത്തിൽ രാമൻ നായർ അടക്കം BJPയിലേക്ക് പോയ ഒരു ചരിത്രം മുന്നിലുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP കൂടുതൽ ശക്തിപ്പെടുന്നു, അണികൾ കൂടുതൽ കൊഴിഞ്ഞു പോകുന്നത് BJPയിലാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് നേരിടുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിനെ കൂട്ടി വായിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല വിഷയത്തിൽ ആദ്യം മുതൽ സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തെ പാർട്ടിയിൽ വലിയ തോതിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു.
തന്റെ കുടുംബത്തിൽ നിന്ന് ആരും പോകില്ല എന്നടക്കമുള്ള പരാമർശം മുതൽ ഏറ്റവും ഒടുവിൽ ചില നിലപാടുകളിൽ വരെ മുഖ്യമന്ത്രിക്ക് അടക്കം അദ്ദേഹത്തോട് നീരസം ഉണ്ട്. അക്കാര്യം എല്ലാവരും ചർച്ച ചെയ്തതുമാണ്. അത് ഏറെക്കുറെ പ്രകടവുമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു ആറന്മുളയിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരം ഒരു ചിന്തയുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന സൂചന തന്നെയാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും പത്മകുമാർ ഇക്കാര്യം നിഷേധിച്ചതോടുകൂടി ഏറെക്കുറെ അപ്രസക്തമാണ്. പക്ഷെ എങ്കിൽ കൂടിയും സാധ്യതകൾ മുന്നിലുണ്ട് എന്ന് പത്മകുമാറിനോട് വരികൾക്കിടയിലൂടെയെങ്കിലും പറയാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. സാർ, കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്.